ദയവ് ചെയ്ത് കൈവിടരുതേ എന്നാണ് ഇപ്പോൾ പി.വി. അൻവറിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്. അങ്ങനെ ഇന്ദിരാഭവനിൽ ചെന്ന് പറയാൻ മമതാ ബാനർജി പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ടത്രേ. അങ്ങനെ ഇത് അൻവർ പറയുക മാത്രമല്ല 10 പേജുള്ളൊരു നീണ്ട കത്ത് UDF അയക്കുകയും ചെയ്തു. എന്തുകൊണ്ട് താൻ MLA സ്ഥാനം രാജിവെച്ചുവെന്നും എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ താൻ ചേർന്നുവെന്നും എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യമെന്നൊക്കെ ഒന്നുകൂടി ഔദ്യോഗികമായി രേഖകൾ സഹിതം UDFന് വിശദമായി കൊടുക്കുന്നു തൻ്റെ കത്തിലൂടെ പി.വി. അൻവർ. അതിൽ വേറൊന്നുമില്ല, പി.വി. അൻവർ എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി, എന്തുകൊണ്ട് UDFിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എന്ന് മാത്രമാണുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തലയിൽ കൈവച്ച് സത്യം ചെയ്യുന്നത്. അല്ലാതെ മറ്റൊന്നും അതില്ലത്രേ. പി ശശിക്കെതിരെ പി.വി. അൻവർ ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നീണ്ട കത്തയച്ചതാണ്. അതാണ് CPMൽ വലിയൊരു ഭൂകമ്പത്തിന് വഴിതെളിച്ചത്. എന്നിട്ടെന്തായി? പി.വി. അൻവർ ഇടതിന് പുറത്തായി, MLA സ്ഥാനം പോലുമില്ലാതായി. ഇപ്പോൾ ഒരു വാർഡ് കൗൺസിലിൻ്റെ അധികാരമോ അംഗീകാരമോ പോലുമില്ലാതെ നിലമ്പൂരിൽ കിടന്ന് ഉലാത്തുകയാണ് അൻവർ. DMK എന്ന രാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനെക്കാട്ടും വേഗത്തിൽ ആ പാർട്ടിയെ പിരിച്ചുവിടുകയും അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തപ്പോഴും ബംഗാളി പാർട്ടിയെ കണ്ട ഭാവമൊന്നും കേരളം നടിച്ചില്ല. മമതാ ബാനർജി ആട്ടെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുമില്ല. ഇതോടെ പി.വി. അൻവറിൻ്റെ നോട്ടം UDFിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് UDF മുന്നണിയുടെ ഭാഗമാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് പി.വി. അൻവർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കും കത്തയച്ചത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഘടകകക്ഷിയാക്കണമെന്നാണ് അൻവറിൻ്റെ പ്രധാന ആവശ്യം. ഇതോടെ അൻവർ കോൺഗ്രസിൻ്റെ വെടിമരുന്ന് പുരയ്ക്കാണ് ഇപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നത്. വിവരമുള്ള കോൺഗ്രസുകാർക്കെല്ലാം അറിയാം, തങ്ങളുടെ ദേശീയ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പോലും മാനിക്കാത്തവരും തക്കം കിട്ടുമ്പോഴൊക്കെ ചുവരിൽ ചാരി നിർത്തി അവഹേളിക്കുന്നവരുമാണ് ഈ തൃണമൂലുകാരെന്ന്. സ്വാഭാവികമായും വയനാട്ടിലെ MP പ്രിയക്കെതിരെയും തൃണമൂലുകാർ കൊണ്ടിളകാറുണ്ട് പല തവണയായിട്ട്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നിൽ നിന്നും എന്ത് വില നൽകിയും പുറത്താക്കുമെന്ന് ശപഥമെടുത്ത് മുന്നോട്ട് പോകുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെ മുഖ്യ കാര്യങ്ങൾ കൃത്യമായി ദേശീയ തലത്തിൽ അവർ നടപ്പാക്കുമ്പോൾ ഇവിടെ രാഹുലിനെ തെറി പറയുന്ന തൃണമൂലിൻ്റെ അതേ കോൺഗ്രസിനെ കേരളത്തിൽ UDFിൻ്റെ ഭാഗമായി എടുത്താൽ സതീശിൻ്റെയും സുധാകരൻ്റെയും ഗതി എന്താകുമെന്ന് വിവരമുള്ള മുതിർന്ന കോൺഗ്രസ്സുകാർക്കറിയാം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ KPCCക്ക് കയ്യിൽ ഉത്തരമില്ല എന്നതാണ് വ്യക്തമായ കാരണം. പിന്നെ പൊതുവേ മിതഭാഷയും കുത്തിത്തിരിപ്പുണ്ടാക്കത്തയാളും ലോലഹൃദയമൊക്കെയാണ് ഇപ്പോൾ പി.വി. അൻവർ. ഇതേ അൻവറിൻ്റെ പ്രവൃത്തികളിൽ അന്ന് പിണറായി വിജയൻ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രതികരിച്ചെങ്കിൽ എന്തായിരിക്കാം ഈ അൻവറിൻ്റെ ലോലഹൃദയമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പി ശശി വക്കീൽ നോട്ടീസ് അയച്ചെങ്കിൽ എന്താണ് പി.വി. അൻവറോടെ കാട്ടിക്കൂട്ടിയതെന്നും ഇടതു മുന്നണിക്കുള്ളിൽ എന്തൊക്കെയാണ് പുകലുണ്ടാക്കിയതെന്നും ഏവർക്കും അറിയാം. പിന്നെ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ പി.വി. അൻവറിന് അറിയുകയില്ലെന്ന് വാദിക്കുന്നവരോട് പിണറായി വിജയൻ നൽകിയ കത്തിൻ്റെ പകർപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വേഗതയിലാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ UDFിൻ്റെ പുനർനിർമ്മാണം തന്നെയാണ് പി.വി. അൻവറിൻ്റെ ലക്ഷ്യമെന്ന് കെ മുരളീധരനടക്കം മിക്ക കോൺഗ്രസ് നേതാക്കൾക്കും നല്ല വ്യക്തതയുണ്ട്. കയറിക്കഴിഞ്ഞാൽ ഇന്ദിരാഭവൻ്റെ പുരയടക്കം ഇളക്കി തിരിച്ചു വയ്ക്കും. തെക്ക് നിന്ന് വടക്കോട്ട് പാർട്ടിയെ ഒരിക്കലും പിന്നെ കൂടിച്ചേരാത്ത വിധത്തിൽ പല കഷ്ണങ്ങളായി മുറിച്ചു മാറ്റുന്നൊരവസ്ഥ കാണേണ്ടി വരുമെന്ന് ഇപ്പോഴേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ UDF നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, തൽക്കാലം പി.വി. അൻവർ എല്ലാം അവിടെ നിൽക്കട്ടെ എന്ന്. ദേശീയ തലത്തിൽ തൃണമൂലും കോൺഗ്രസും പോര് തുടരുന്നതിനാലും അൻവർ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണെന്ന അഭിപ്രായം എല്ലാവരിലുമുള്ളതിനാലും UDFിൽ ചേർക്കുന്നത് സംബന്ധിച്ച് തൽക്കാലം ഒരു ചർച്ച വേണ്ട എന്ന നിലപാടാണ് ചില ഘടകകക്ഷി നേതാക്കളും ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മടിയാണ്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സതീശനും സുധാകരനും MM ഹസനുമാണ്. അതിൽ വിയോജിപ്പ മാധ്യമങ്ങളോട് പറയാൻ ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എന്താണ് ഹസനും സുധാകരനും സതീശനും പറയുന്നത് അൻവറിൻ്റെ കാര്യത്തിലെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം കാതോർത്ത് നിൽക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റൊരു വാക്പോരിനും ഒരു കോൺഗ്രസിനുള്ളിലെ തുറന്ന യുദ്ധത്തിനുമൊക്കെ തുടക്കമിടുക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.